ഹായ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു റെസിപ്പി ഏഞ്ചൽ വിങ്സ്. അത് ഞാൻ എന്താന്ന് പറഞ്ഞു. അത് ഉണ്ടാക്കാനുള്ള കാരണം മാർച്ച് 5 ഇവിടെ ആഷ് വെനസ്ഡേ ആണ്. അന്ന് മുതൽ പോളണ്ടിൽ ഈസ്റ്ററിന് അനുബന്ധിച്ചുള്ള ഫാസ്റ്റിംഗ് തുടങ്ങുവാണ്. അപ്പോൾ ഞങ്ങൾ അതിന് മുന്നത്തെ ആഴ്ചയിലെ വ്യാഴാഴ്ച പോളണ്ടിൽ വ്യാഴാഴ്ചയാണ് നമ്മൾ ഈ ഏഞ്ചൽ വിങ്സും ഡോനട്ട്സും കഴിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഏഞ്ചൽ വിങ്സ് ഉണ്ടാക്കി. അപ്പോൾ ഇന്ന് ഞാൻ ഡോനട്ട്സ് ഉണ്ടാക്കുവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾ കൂടി ഈ റെസിപ്പി അങ്ങ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എളുപ്പമാണ്, കുറച്ച് സമയമൊക്കെ എടുക്കും. കാര്യം 2 പ്രാവശ്യം മാവ് നമുക്ക് റേസ് ചെയ്യാനായിട്ട് വെക്കണം. എന്നാലും നല്ല റെസിപ്പിയാണ്, എല്ലാവർക്കും ട്രൈ ചെയ്യാം. പിന്നെ ഒരിക്കൽ കൂടി പറയുവാണ്, ദയവ് ചെയ്ത് എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ. പിന്നെ എല്ലാവരും ചിന്തിക്കും എന്തുകൊണ്ടാണ് നമ്മൾ ഈ വ്യാഴാഴ്ച ഇങ്ങനെ സ്വീറ്റ്സ് കഴിക്കുന്നത്. ഇപ്പം നമ്മളുടെ നാട്ടിലാണെങ്കിൽ ഈസ്റ്ററിന് ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു പൊതുവെ എല്ലാവരും മീറ്റ്, ചിക്കൻ ഇതൊക്കെയാണ് അവോയ്ഡ് ചെയ്യുന്നത്. പോളണ്ടിലാണെങ്കിൽ ഇവിടെ സ്വീറ്റ്സ് ആണ് അവോയ്ഡ് ചെയ്യുന്നത്. ഈസ്റ്ററിൻ്റെ ഈ ഫാസ്റ്റിംഗ് സമയത്ത് പൊതുവെ എല്ലാവരും സ്വീറ്റ്സ് അവോയ്ഡ് ചെയ്യും. അതുകൊണ്ടാണ് അതിന് മുന്നത്തെ ആഴ്ച ഈ സ്വീറ്റ്സ് കഴിക്കുന്നത്. സ്വീറ്റ്സ് കഴിച്ച ആ ഒരു ഇതങ്ങ് നമ്മൾ നിർത്തുവാണ്. ഇപ്പൊ ഇനി ഒരു കുറച്ച് നാളത്തേക്ക് കഴിക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ. പിന്നെ സ്വീറ്റ്സ് മാത്രമല്ല, പിന്നെ പോളണ്ടിൽ ഇവിടുത്തെ പോളിഷ് വെഡ്ഡിങ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഉച്ച സമയത്തൊക്കെയാണ് പൊതുവെ മാരേജസ് നടക്കുന്നത് പള്ളിയിൽ. അത് കഴിഞ്ഞിട്ട് വലിയൊരു പാർട്ടി ഉണ്ടാകും. ആ പാർട്ടി ഒരു ഹോട്ടലിൽ വെച്ചിട്ടായിരിക്കും പാർട്ടി. അത് കഴിഞ്ഞ് ആ ഡേ മൊത്തം ഡാൻസും അങ്ങനെ ഒത്തിരി ഫുഡ്, ഡാൻസ് അങ്ങനെയൊക്കെ. അത് അടുത്ത ദിവസം വെളുപ്പിന് 4 മണി വരെ 5 മണി വരെയൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഇവിടുത്തെ ആൾക്കാർ ഡ്രിങ്ക് ചെയ്യുമല്ലോ, ഡാൻസിങ്, ഡ്രിങ്ക്. അപ്പോൾ ഈ ഒരു ഫാസ്റ്റിംഗ് സമയത്ത് ഇതൊക്കെ എല്ലാവരും അവോയ്ഡ് ചെയ്യും. പൊതുവെ ഈ സമയത്ത് മാരേജസ് നടക്കത്തില്ല, പിന്നെ ചില സ്പെഷ്യൽ ഒക്കേഷൻസും നടക്കത്തില്ല. അങ്ങനെ ആരും ഡാൻസ് ചെയ്യത്തില്ല, അങ്ങനെയൊക്കെയാ. പിന്നെ വിശേഷ ദിവസങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലവർ പോസ്റ്റ്പോണ്ട് ചെയ്യും. ഇപ്പോൾ ഫാസ്റ്റിംഗ് ഡേറ്റിന് മുന്നേ ചിലവർ, ഇപ്പോൾ വെറോണിക്കയുടെ തന്നെ ഫസ്റ്റ് ബർത്ത്ഡേ ഈ ലെൻഡ് സമയത്തായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 ദിവസത്തിന് മുന്നെയാണ് വെറോണിക്കയുടെ ഫസ്റ്റ് ബർത്ത്ഡേ നമ്മൾ ആഘോഷിക്കുന്നത്. വെറോണിക്ക ഫെബ്രുവരി 17 ബർത്ത്ഡേ. ഞാൻ ഓർക്കും, നമ്മൾ ഫെബ്രുവരി 13 ഫസ്റ്റ് ബർത്ത്ഡേ നടത്തി, ഈ ലെൻഡ് സമയത്തായതുകൊണ്ട്. അങ്ങനെ അപ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങനത്തെ വിശേഷ കാര്യങ്ങളൊക്കെ ഈ പോളിഷുകാർ മാറ്റി വെക്കും. അപ്പോൾ മാർച്ച് 5 മുതലാണ് ഇവിടെ നമ്മുടെ ഇവിടെ ലെൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇംഗ്ലണ്ടിലൊക്കെ ഈ മാർച്ച് 5 ലെൻഡ് തുടങ്ങുന്നത്. അതിന് മുന്നത്തെ മാർച്ച് 4 തോന്നുന്നു അവർ സ്വീറ്റ്സ് കഴിക്കുന്നത്, ഡോനട്ട്സ്. എന്താണ് എനിക്ക് ഫുൾ അറിയത്തില്ല. പോളണ്ടിൽ പൊതുവെ ഡോനട്ടും ഏഞ്ചൽ വിങ്സും ആണ് കഴിക്കുന്നത്. പിന്നെ വേറെയും ചില സ്വീറ്റ്സ് ഒക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഡോണറ്റിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും കാണാം. ഡോണറ്റിന് വേണ്ട സാധനങ്ങൾ ഇത്രയുമാണ്: ചെറു ചൂട് പാല് 300 ml, മുട്ട മീഡിയം സൈസ് 4 എണ്ണം, പഞ്ചസാര 60 ഗ്രാം, ഉപ്പ് 1 ടീസ്പൂൺ, സോഫ്റ്റ് ഉപ്പില്ലാത്ത ബട്ടർ 80 ഗ്രാം, പിന്നെ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് 10 ഗ്രാം അല്ലെങ്കിൽ 3 ടീസ്പൂൺ, ഓൾ പർപ്പസ് ഫ്ലോർ 800 ഗ്രാം. നമുക്കാദ്യം ഈസ്റ്റ് ഫെർമെൻറ്റ് ചെയ്യാൻ കലക്കി വയ്ക്കാം. അതിന് ഈ ചെറു ചൂടുപാലിൽ നമ്മൾ എടുത്തിട്ടുള്ള 60 ഗ്രാം പഞ്ചസാരയിൽ നിന്നും പകുതി 30 ഗ്രാം പഞ്ചസാര ഈ പാലിൽ കലക്കുക. എന്നിട്ട് ഈ ഈസ്റ്റും ചേർത്ത് കലക്കി മാറ്റി വയ്ക്കുക. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ഇതിൽ ഒത്തിരി ബബിൾസ് ഉണ്ടാകും. പിന്നെ പാലിൻ്റെ ചൂട് ശ്രദ്ധിക്കുക. പാൽ ഒത്തിരി ചൂട് കൂടുതലായാൽ ഈസ്റ്റ് ഫെർമെൻ്റ് ആകില്ല.
ഇതാണ് നമ്മൾ പഞ്ചസാരയും ഈസ്റ്റും കലക്കിയ പാൽ. ഇനി ഇത് നമുക്ക് 15 മിനിറ്റ് നേരത്തേക്ക് മാറ്റി വയ്ക്കാം, ബബിൾസ് വരുന്നത് വരെ. ആ സമയം കൊണ്ട് നമുക്ക് മാവൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഈ മാവിൽ ബാക്കി പകുതി പഞ്ചസാരയും ഉപ്പും മിക്സ് ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ നമ്മുടെ ഈ ഈസ്റ്റിൻ്റെ മിക്സ്ചറിൽ ബബിൾസ് വന്നിട്ടുണ്ട്. ഈ ബബിൾസ് കാണിക്കുന്നത് ഈസ്റ്റ് ശരിയായ രീതിയിൽ ഫെർമെൻ്റ് ആയി എന്നാണ്. ഇനി നമുക്ക് ഈ മുട്ടയുടെ മഞ്ഞക്കരു ഈസ്റ്റ് മിക്സ്ചറിൽ നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇത് മാവിലേക്ക് ഒഴിച്ച് നന്നായി കൂട്ടി യോജിപ്പിക്കുക. ഇപ്പോൾ രണ്ടും നന്നായി കൂട്ടി യോജിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മാവിനെ ഒരു കൗണ്ടർ ടോപ്പിലിട്ട് 5 മിനിറ്റോളം നന്നായി കുഴയ്ക്കുക. ആദ്യം മാവ് നമ്മുടെ കയ്യിൽ നന്നായി ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ നമുക്കിവിടെ ഒത്തിരി മാവ് വിതറി കുഴയ്ക്കാൻ പാടുള്ളതല്ല. എന്നാൽ ഡോണട്ട് കട്ടിയാകും. വേണമെങ്കിൽ മാവിൽ നമ്മുടെ കൈ ജസ്റ്റ് ഒന്ന് ഒപ്പിയിട്ട് അങ്ങനെ നമുക്ക് കുഴയ്ക്കാം. സാധാരണ രീതിയിൽ മാവ് കുഴയ്ക്കും പോലെ നമ്മൾ കുഴച്ചാൽ കയ്യിൽ ഒത്തിരി ഒട്ടിപ്പിടിക്കും. അതുകൊണ്ടാണ് ഞാൻ കൈ സ്ട്രെച്ച് ചെയ്ത് കുഴയ്ക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഈ മാവിലേക്ക് ആ സോഫ്റ്റ് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി ഈ മാവ് ഒരു 20 മിനിറ്റോളം കുഴയ്ക്കുക, മാവ് സോഫ്റ്റും ഇലാസ്റ്റിക്കും ആവുന്നത് വരെ. ഇങ്ങനെ കൈ സ്ട്രെച്ച് ചെയ്ത് മാവ് കുഴയ്ക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ അധികം മാവ് വിതറി കുഴയ്ക്കാത്തത് കൊണ്ട് സാധാരണ രീതിയിൽ മാവ് കുഴയ്ക്കും പോലെ കുഴച്ചാൽ നമ്മുടെ കയ്യിൽ മാവ് നന്നായിട്ട് ഒട്ടിപ്പിടിക്കും. ഈ രീതിയിൽ നമ്മൾ ഒരു 20 മിനിറ്റോളം മാവ് കുഴയ്ക്കുമ്പോൾ സോഫ്റ്റും ഇലാസ്റ്റിക്കും ആയിട്ടുള്ള പരുവം കിട്ടും. ഇപ്പോൾ കണ്ടോ, മാവ് സോഫ്റ്റും ഇലാസ്റ്റിക്കും ആയിട്ടുണ്ട്. ഇതിന് ഒരു 20 മിനിറ്റോളം എടുത്തു കേട്ടോ. ഇനി നമുക്ക് മാവിനെ റൈസ് ചെയ്യുവാൻ വെക്കാം. മാവ് പൊങ്ങി ഇരട്ടി സൈസ് ആവുന്നത് വരെ വെക്കണം. 1 മണിക്കൂറോ അതിൽ കൂടുതൽ സമയവും എടുക്കാം. ബൗളിൽ ലൈറ്റായിട്ട് എണ്ണ പുരട്ടിയിട്ട് വേണം അതിൽ മാവ് വയ്ക്കുവാൻ. പിന്നെ ഒരു ഫോയിൽ കൊണ്ട് കവർ ചെയ്തിട്ട് ഒരു ഉണങ്ങിയ കോട്ടൺ തുണി കൊണ്ട് മൂടി ഇടാം. കണ്ടോ, ഇവിടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിനെ ഒന്ന് അമർത്തി എയർ കളഞ്ഞിട്ട് നമുക്ക് പരത്തി ഡോണട്ട്സിൻ്റെ ഷേപ്സ് ഉണ്ടാക്കാം. ഞാനിപ്പോൾ റിങ്സ് പോലുള്ള ഡോണട്ട്സും സ്ട്രോബെറി ജാമും ബ്ലൂബെറി ജാമും ഫില്ല് ചെയ്തിട്ടുള്ള ഡോണട്ട്സുമാണ് ഉണ്ടാക്കുന്നത്. ഈ മാവിനെ ഒരു 1/2 സെൻറ്റിമീറ്റർ തിക്നെസ്സിൽ പരത്തുക. എന്നിട്ട് നമുക്ക് ഷേപ്സ് അനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. ഈ റിങ്സ് പോലുള്ള ഡോണട്ട്സ് നമുക്ക് ഏതെങ്കിലും കപ്പോ ബൗളോ പ്രസ് ചെയ്ത് ഉണ്ടാക്കാം. ഞാനിവിടെ ഐസ്ക്രീം ബോൾ വെച്ചിട്ടാണ് പ്രസ് ചെയ്തത്. എന്നിട്ട് അതിൽ ഓരോന്നിൻ്റെയും നടുക്ക് ചെറുതായിട്ടുള്ള എന്തെങ്കിലും കൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് റിംഗ് ഷേപ്പ് കിട്ടും.
എന്നിട്ട് ബാക്കി ഇടയ്ക്കുള്ള മാവുകൾ നമുക്ക് ഇതേപോലെ എടുത്ത് വീണ്ടും അതിനെ പരത്തി ഇതേപോലെ കട്ട് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് ഓരോന്നിൻ്റെയും നടുക്കുള്ള ആ പാർട്ടും എടുത്തു മാറ്റാം. അപ്പോൾ ഡോണറ്റ്സ് റിങ്സ് പോലെ ആകും. ഈ റിങ്സ് പോലത്തെ ഡോണറ്റ്സിനെ നമ്മൾ ഇനിയും രണ്ടാമത് റൈസ് ചെയ്യാൻ വെക്കും. അതിനുശേഷം മാത്രമാണ് നമ്മൾ വറക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് റിംഗ് ഷേപ്പ് ഡോണറ്റ്. ഇനി നമുക്ക് ജാം അകത്ത് ഫിൽ ചെയ്തിട്ടുള്ള ഡോണറ്റ്സ് ഉണ്ടാക്കാം. അതിനാദ്യം മാവിനെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നടുക്ക് ജാം വയ്ക്കുക. പിന്നെ ആ ജാം പുറത്ത് വരാത്ത രീതിയിൽ നന്നായി പൊതിയുക. ഇനിയും നമ്മൾ ഒരിക്കൽ കൂടി റൈസ് ചെയ്യാൻ വെക്കും. അപ്പോഴും ഇത് വറക്കുമ്പോഴും തുറന്നു പോവാതെ വേണം മാവിനെ നന്നായി പൊതിയുവാൻ. വെറോണിക്ക ബ്ലൂബെറി ജാം വെച്ചിട്ടാണ് ഫിൽ ചെയ്യുന്നത്. ആദ്യം ചെയ്ത ഡോണറ്റ്സ് റൈസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നമുക്ക് അതിനെ വറുത്തെടുക്കാം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ ഈ ഡോണറ്റ്സ് ഫ്രൈ ചെയ്തെടുക്കുവാൻ. അകവും വേകുവാൻ സമയം കൊടുക്കണമല്ലോ. ആദ്യത്തെ സൈഡ് ഒരുവിധം ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ രണ്ടാമത്തെ സൈഡ് നമ്മൾ മറിച്ചിടണം. രണ്ടാമത്തെ സൈഡും വേകുവാൻ. നമ്മൾ ജാം ഫില്ല് ചെയ്തിട്ട് രണ്ടാമതും റൈസ് ചെയ്യാൻ വെച്ച ഡോണറ്റ്സ് ആണ്. കണ്ടോ, ഇത് നന്നായിട്ട് റൈസ് ചെയ്തിട്ടുണ്ട്. ഇതിനെ വേണം നമ്മൾ വറക്കുവാൻ. ചിലപ്പോൾ ഈ നമ്മൾ ജാം ഫില്ല് ചെയ്ത ഡോണറ്റ്സ് ചെറുതായിട്ടൊന്ന് തുറന്നാൽ ജാം എണ്ണയിലോട്ട് വരുമ്പോൾ നല്ലതായിട്ട് എണ്ണ പൊട്ടും. അതുകൊണ്ട് കൊച്ചു പിള്ളേരെ അടുത്ത് വരുവാൻ അനുവദിക്കാതിരിക്കുവാണ് നല്ലത്. എല്ലാ ഡോണറ്റ്സും നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ പോവാണ്. പിന്നെ ഡോണറ്റ്സ് നന്നായി തണുത്തിട്ട് മാത്രമേ ഡെക്കറേറ്റ് ചെയ്യാവുള്ളൂ. ഇത്രയും സ്ട്രോബെറി ജാം വരുന്ന ഡോണറ്റ്സ് ആണ്. അത് ആദ്യമേ ഫ്രൈ ചെയ്തത് കൊണ്ട് വറക്കുമ്പോഴേ നമ്മൾ എടുത്ത് കഴിച്ചു. ഇനി ബാക്കി ഇത്രയേ ഉള്ളൂ. ജാം അകത്ത് വരുന്ന ഡോണറ്റ്സ് നമ്മൾ ഷുഗർ പൗഡർ കൊണ്ട് മാത്രം കവർ ചെയ്യുകയുള്ളൂ. ഇതേപോലെ നമ്മൾ എല്ലാ ഡോണറ്റ്സും ഷുഗർ പൗഡർ സ്പ്രെഡ് ചെയ്ത് എല്ലാ സൈഡും ഷുഗർ പൗഡർ ഒരേപോലെ ആയിരിക്കും. ഇത്രയുമാണ് നമ്മൾ സ്ട്രോബെറി ജാം ഫിൽ ചെയ്ത ഡോണറ്റ്സ്. ഇതിലും കൂടുതൽ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ കഴിച്ചു കേട്ടോ. എന്തായാലും ഇത്രയും നമ്മൾ ഷുഗർ പൗഡർ കവർ ചെയ്തു. അപ്പോൾ ഇത്രയും ഡോണറ്റ്സ് ബ്ലൂബെറി ജാം വരുന്ന ഡോണറ്റ്സ് ആണ്. അപ്പോൾ ഇത് നമ്മൾ ഇനി ഷുഗർ പൗഡർ ഇടും.
ആദ്യം ചെയ്തത് സ്ട്രോബെറി ജാമിലെ, അതുകൊണ്ട് ആദ്യം തീർന്നു. ഇത് അവസാനം ചെയ്തു. ഇനി നമുക്ക് റിംഗ് ഷേപ്പിലെ ഡോണറ്റ്സ് ഡെക്കറേറ്റ് ചെയ്യാം. ഈ ഡോണറ്റ്സ് ഞാൻ വൈറ്റ് ചോക്ലേറ്റും ബ്രൗൺ ചോക്ലേറ്റും കൊണ്ട് ഡിപ്പ് ചെയ്യും. എന്നിട്ട് അതിൽ ഷുഗർ സ്പ്രിങ്കിൾസും ചോക്ലേറ്റ് സ്പ്രിങ്കിൾസും വെച്ച് ഡെക്കറേറ്റ് ചെയ്യും. ഇത് നമ്മൾ ആ റിംഗ്സ് ഡോണറ്റ് ആ ഷേപ്പിൽ കട്ട് ചെയ്തപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ നിന്ന് എടുത്ത് മാറ്റിയ ആ ചെറിയ പീസസാണ്. ഇതും നമുക്ക് ഡോണറ്റ്സ് ആയിട്ട് വറുത്തെടുക്കാം. എന്നിട്ട് ഇതിനെ ഷുഗർ പൗഡറിൽ നമുക്കൊന്ന് കവർ ചെയ്യാം. നല്ല ടേസ്റ്റാണ്, പിള്ളേർക്കൊക്കെ ഇഷ്ടമാകും. അപ്പം നമ്മുടെ ഡോണറ്റ്സ് എല്ലാം ഇവിടെ റെഡിയായി. ഇനി ഒന്നെടുത്ത് കഴിച്ചാൽ മതി. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യണം. പിന്നെ ഒരിക്കൽ കൂടി പറയുവാണ്, എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ലൈക്ക് ഷെയർ ചെയ്യണം. പിന്നെ കമൻറ്റ് എഴുതാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.